അപ്പോൾ ZUSൻ്റെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. ഇനി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതിൻ്റെ ആപ്പ് ZUS എന്ന് തന്നെയാണ് ഇതിൻ്റെ ആപ്പിൻ്റെ പേര്, ZUS സ്മാർട്ട് ഡ്രൈവിംഗ് അസിസ്റ്റൻറ്റ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനം. എന്നിട്ടത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡാഷ്ബോർഡ്. ഇതാണ്. ഇതിൽ നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യുന്നത് ഇതേ ആഡ് യുവർ ഫസ്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ താഴെ കണ്ടോ, അതേൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാറിൻ്റെ എൻജിൻ ഓണാക്കി ഇടണം. ആദ്യം എൻജിൻ ഓണാക്കി ഇട്ടിട്ട് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ കാറിൻ്റെ എൻജിൻ ഓണാക്കി ഇട്ടിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്മൾ കുത്തിയേക്കുന്ന ഡിവൈസുമായിട്ട് പെയർ ആവും. നമ്മൾ ഈ എൻജിൻ ഓണാക്കി കഴിയുമ്പോൾ കറക്റ്റായോ എന്നറിയാനായിട്ട് ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇവിടെ വരും. ഞാൻ എൻജിൻ ഓണാക്കാൻ പോണ്. ഇപ്പോൾ ബ്ലൂടൂത്തിൻ്റെ സൈൻ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലൈറ്റുകൾ കത്തുന്നത് നീല, പച്ച, റെഡ് ഫ്ലാഷ് ചെയ്യും. ഇത് കണക്റ്റഡായി. കണ്ടോ, അപ്പോൾ അത് കണക്റ്റഡായി. അതൊരു 2 സെക്കൻഡ് എടുക്കും. ഫസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് 2 സെക്കൻഡോളം എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് RPM മീറ്ററാണ്. അത് നമ്മളിപ്പോൾ അത് ആക്സലേറ്റർ കൊടുക്കുമ്പോൾ കൂടുന്നു നോക്കൂ. കണ്ടോ, ഫോണ് ബ്ലൂടൂത്ത് വഴിയുള്ള കണക്ഷനാണ്. ആക്സലേറ്റർ കൊടുക്കുമ്പോൾ കൂടും. പിന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന അല്ലാത്തതുകൊണ്ടാണ് സ്പീഡോമീറ്റർ കൂടാത്തത്. അപ്പോൾ ഇത് ഡാഷ്ബോർഡ്. പിന്നെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് എവിടെയെങ്കിലും കൊണ്ട് ഓടിച്ച് വണ്ടി ഒരു പ്രാവശ്യം ഓടിച്ച് എവിടെയെങ്കിലും നിർത്തിയതിന് ശേഷമേ ഇത് സ്റ്റാർട്ട് ആവുകയുള്ളൂ. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല. ഫസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് ഞാനും വിചാരിച്ചത് കുത്തിയിട്ടൊന്നും വരുന്നില്ലല്ലോ എന്ന് ഓർത്ത്. പക്ഷേ എന്നാൽ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല. പിന്നെ ടോപ്പ് സ്പീഡ്, ടോപ്പ് റെവല്യൂഷൻ, ടോപ്പ് ലോഡൊക്കെ കാണിക്കും. പിന്നെ ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ വന്ന സ്ഥലം, ആഡ് ചെയ്യാൻ വന്ന സ്ഥലം, അതിൻ്റെ മേൽപോട്ട് നമ്മുടെ ഓരോ ട്രിപ്പ് ലാസ്റ്റ് നമ്മളവിടെ പാർക്ക് ചെയ്തു. ആ ട്രിപ്പിൻ്റെ മൈലേജ് ഇനി അതിൻ്റെ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രിപ്പ് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു ഇതൊക്കെ കാണിക്കും. നമുക്ക് ഡോളർ, യൂറോ ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാറിൻ്റെ നെയിം ജസ്റ്റ് ഒരു നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, ഒരു ടോൾ എത്രയാണ്, പാർക്കിംഗ് എത്രയാണ്, അതൊക്കെ വേണമെങ്കിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു റെക്കോർഡ്. പിന്നെ ഉള്ള ഡാഷ്ബോർഡ് നമ്മൾ കണ്ടല്ലോ. പിന്നെ ഈ 4 സാധനം കണ്ടോ, ഈ 4 സൈഡിലുമുള്ള 4 ഉണ്ടകൾ, അത് ടയർ പ്രഷർ സെൻസറാണ്. അത് ഇവരുടെ സൈറ്റിൽ തന്നെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ഇവരുടെ ബിസിനസ്. പിന്നെ ഇത് ഈ താഴത്തെ കാണുന്ന ലൈറ്റ് ഇട്ട പോലത്തെ ഒരു ബാറ് കണ്ടോ, വെർട്ടിക്കലായിട്ട് കാണുന്നത്, അതിൻ്റെ മേളിൽ കാണുന്ന ചെറിയൊരു ഇത് ഉണ്ടയൊക്കെ കണ്ടോ. ഇതൊരു റിവേഴ്സ് ക്യാമറയും ഇതൊരു HD ഡാഷ് ക്യാമുമാണ്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ സൈഡിൽ പൈസയ്ക്ക് വെക്കാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് കാണാൻ നേരത്ത് നമ്മൾ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുമല്ലോ. നമ്മളിത് കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ കാശാവും, അല്ലെങ്കിൽ ഫ്രീ ആണ്. അപ്പോൾ ഈ ടയർ പ്രഷർ സെൻസർ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടയറിലും ഇത് കണക്ട് ചെയ്താൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. ടയറിൻ്റെ പ്രഷർ എല്ലാം കുറഞ്ഞാലും കൂടിയാലൊക്കെ കാണിക്കും അത്. പിന്നെ ഈ ക്യാമറ, ഈ റിവേഴ്സ് ക്യാമറയിൽ ടച്ച് ചെയ്താൽ റിവേഴ്സ് വിഷനും കാണിക്കും. ഇവരുടെ റിവേഴ്സ് ക്യാമറ 119 യൂറോയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വാങ്ങിക്കില്ല. 119 യൂറോയാണ്. അത് ബാക്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക. വയർലെസ് ആണ്, ബാറ്ററിയാണത്. അത് ചാർജ് ചെയ്ത് കൊടുക്കണം. അത് ചാർജിങ്ങിൻ്റെ വയർ ലീഡ് ചെയ്തിടാനുള്ള വയറൊക്കെ അവർ തരും. അത് കണക്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ടച്ച് ചെയ്താൽ പുറകിലുള്ള വിഷ്വൽസ് കാണിക്കും, നമ്മുടെ ഒരു റിയർ വ്യൂ മിറർ പോലെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാറ് ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ കൂളത്തിൻ്റെ ടെമ്പറേച്ചർ ഇപ്പം നിലവിലുള്ള റൊട്ടേഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, കാറ് ലാസ്റ്റ് പാർക്ക് ചെയ്ത് എവിടെയാണ് കണ്ടോ, അങ്ങനെ കാണിക്കും ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈലേജ്, ഇത് ഞാൻ നേരത്തെ കാണിച്ച സ്ക്രീനാണിത്. ഈ സേഫ്റ്റി എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ റീസ്കാൻ, ഇത് ഞാൻ സ്കാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. റീസ്കാൻ കൊടുക്കുക. അപ്പോൾ ഇത് സ്കാനിങ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ സ്കാനിങ് ചെയ്ത് ഈ ഓരോ സിസ്റ്റവും അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണിക്കും. ഇത് നോക്കിപ്പോൾ ഒരുവിധപ്പെട്ട സകല സിസ്റ്റവും ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നുമില്ല. ഐഡിയ ഇല്ല മീൻസ് സിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്നേ. ഈ ടയർ പ്രഷറൊക്കെ നമ്മൾ മങ്ങി കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സെൻസർ കാശ് കൊടുത്ത് ഇവരുടെ നിന്ന് മേടിച്ച് വെക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കാറിൻ്റെ അകത്തുള്ള സിസ്റ്റംസ് ചെക്ക് ചെയ്ത് നോ ഇഷ്യൂ ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചാണ്ട. ഈ ബാക്കപ്പ് ക്യാമറ, സെൻസർ, സ്ലോ ലീക്ക് ഡിറ്റക്ഷൻ, ടയർ പ്രഷർ, ബാറ്ററി ഹെൽത്ത്,
ബാറ്ററി വോൾട്ടേജ്, ഇത്ര സാധനങ്ങൾ ബ്ലർ ഇതായിട്ട് കാണിച്ചേക്കുന്നത്, ഗ്രേ ആയിട്ട് കാണിച്ചേക്കുന്നത്, ഇതിൻ്റെയൊക്കെ സെൻസർ ഇവരുടെ നിന്ന് വാങ്ങിച്ച് വെക്കണം. അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കാറിൻ്റെ പാർട്സ്, ഗിയർ ബോക്സ് സ്കാൻ ചെയ്തു, കമ്പ്യൂട്ടർ ഔട്ട്പുട്ട്, സ്പീഡ് കൺട്രോൾ, ഇഗ്നീഷൻ, എമിഷൻ കൺട്രോൾ, ഫ്യൂവൽ കൺട്രോൾ, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇതിലൊക്കെയാണ് ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരുന്നതിൻ്റെ കാരണം. അപ്പോൾ ആ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ എറർ കാണിക്കും. ആ എററുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ആ കോഡ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഇറേസ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ബട്ട് വണ്ടി സ്മൂത്തായിട്ട് ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളയരുത്. അപ്പോൾ അതാണ് ഈ സാധനം. അപ്പോൾ ഈ എറർ കോഡ് ക്ലിയർ ചെയ്യുന്നത് നമുക്ക്, എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ആ ലൈറ്റ് കത്തി കാണിച്ചെങ്കിലും വണ്ടി സ്മൂത്തായിട്ട് ഓടണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഇതിന് ചെയ്തത്. എറർ കോഡ് എന്താണെന്ന് നോക്കണം. നമുക്കൊരു നമ്പറായിരിക്കും കാണിക്കണം, അവർ ഏതെങ്കിലും ഒരു ആൽഫബറ്റും പിന്നെ കുറച്ച് നമ്പറൊക്കെ ആയിരിക്കും കാണിക്കണത്. അത് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ എറർ കോഡ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. നമുക്ക് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും മിനിമം ആ കടക്കാരൻ പറഞ്ഞാൽ ശരിയാണെന്നെങ്കിൽ അറിയാം. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ്, ഇത് സമാധാനമായിട്ടിരിക്കാമല്ലോ, എന്താണ് ഈ സംഭവം എന്ന് ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ പലർക്കും എറർ കോഡ് കണ്ടു കിടക്കാൻ നേരത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കാൻ ഒരു സമാധാനക്കേടായിരിക്കുള്ളൂ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സാധനം നല്ലതായിരിക്കും. ഇതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്ത് മാറ്റാൻ പറ്റില്ല, എന്ന് ഡയഗ്നോസ് ചെയ്യാനേ പറ്റുള്ളൂ. ആ കോഡിൽ ആ ലൈറ്റ് കെടുത്തി കളയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ് കാണിക്കുന്നതെങ്കിൽ എറർ കോഡ് ക്ലിയർ ചെയ്ത് ഓടിച്ചുകൊണ്ട് കിടക്കുന്നത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഞാനത് വീണ്ടും പറയാനാണ്, എറർ കോഡ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ എഞ്ചിൻ്റെ എന്തെങ്കിലും മേജർ ഇഷ്യൂ ഒക്കെയാണ് ആ കാണിക്കുന്നത് എറർ കോഡ് കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും അതല്ലെങ്കിൽ കാറിൻ്റെ റണ്ണിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഒരിക്കലും വരുന്ന എറർ കോഡുകൾ ക്ലിയർ ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിട്ട് വരാൻ വഴിയുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമുക്ക് എറർ കോഡ് എന്താണെന്ന് അറിയുക, അത് കഴിഞ്ഞിട്ട് ഡേഞ്ചർ ആണെങ്കിൽ നമുക്ക് കൊണ്ടേ കാണിക്കണം. ഇപ്പം എല്ലായ്പ്പോഴും നമുക്ക് ഡീലർഷിപ്പിൽ റെഡിയായിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കുത്തി നോക്കാം കാര്യങ്ങൾ എന്താണെന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ള സ്ക്രീൻസ് കാണിച്ചില്ല അതിൻ്റെ അകത്ത്, നമ്മുടെ കാറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ടയർ പ്രഷറൊക്കെ സെൻസർ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു സംഭവം നോക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അറിയാവുന്നത് പറഞ്ഞുതരാം, അറിയാൻ പാടില്ലാത്തത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇനി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളയരുത്, പറഞ്ഞാൽ മതി എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. അപ്പോൾ വീണ്ടും കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, ബൈ.